വി ഡി സതീശനെതിരെയുള്ള CBI അന്വേഷണം വേണമെന്നുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്രോ. സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ട്രാറ്റജി ഇല്ലാത്ത പരിപാടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വി ഡി സതീശനെ പോലെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു അന്വേഷണത്തിൻ്റെ ലിസ്റ്റ് ലീക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടി പ്രവർത്തകരെങ്കിലും അത് ഏറ്റെടുക്കുമെന്നുള്ളൊരു ബോധ്യം അവർ കാണിക്കണ്ടേ. സർക്കാർക്ക് അവിടെ വന്നിട്ട് ന്യായീകരിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ഇത് സെലക്റ്റീവ് ലീക്കേജ് നടത്തുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അത് ഏറ്റുപിടിക്കുകയും അത് വലിയ ചർച്ചയാക്കുകയും വേണം എന്നുള്ളതാണ് ശരിക്കും നോർമലി നടക്കാറ്. പക്ഷേ ഇന്നെന്താ സംഭവിച്ചത്? കാര്യമായിട്ട് പാർട്ടി പ്രവർത്തകരാരും അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരാരും ഇത് ഏറ്റുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സർക്കാർ വിജിലൻസ് അന്വേഷണം നടക്കുന്നു. വിജിലൻസ് അന്വേഷണത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിൽ CBI ശുപാർശ ചെയ്യുന്നത് 11 മാസം മുന്നേ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തിനാ ഇത്രയും നാൾ വെച്ചതെന്നുള്ള സാമാന്യ ചോദ്യം പുറത്തേക്ക് വരും എന്നുള്ള അറിഞ്ഞുകൂടെ? അത് മാത്രമല്ല, അതിനുശേഷം രണ്ടാമത് വന്ന ഈ വിശദീകരണ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് വന്നതിനകത്ത് എന്താണ്, അതിനകത്ത് കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വി ഡി സതീശനെതിരെ അന്വേഷണം നടത്തിയിട്ട് വി ഡി സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കിട്ടിയിട്ടില്ല. ഇതെല്ലാം സർക്കാരിന് അറിയാമല്ലോ. ഈ ലീക്കേജ് നടത്തുന്നവർക്കെല്ലാം ഇത് തന്നെ അറിയാം എന്നുള്ളതാണല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഫെമ വയലേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതായിരിക്കാം ഇനി സർക്കാരിനെ കുറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാര്യം. ഫെമ വയലേഷൻ കേരള സർക്കാരിന് അന്വേഷിക്കാൻ കഴിയത്തില്ല. സാർ ED അന്വേഷിക്കണം, അല്ലെങ്കിൽ CBI അന്വേഷിക്കണം. ED അന്വേഷണം എനിക്ക് തോന്നുന്നു ഓൾറെഡി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ED അന്വേഷണം ഇതിന്മേൽ നടക്കുന്നുണ്ട്. ഇന്നൊന്നിലേ തുടങ്ങിയ സംഭവമല്ലല്ലോ. ഈ ഫെമ വയലേഷൻ്റെ പേരിലുള്ള എല്ലാ കാര്യങ്ങളും ED ആണ് അന്വേഷിക്കേണ്ടത്. ഇനി CBI അന്വേഷിച്ചാൽ എന്താ സംഭവിക്കുക? CBI അന്വേഷിച്ചാലും വി ഡി സതീശനിലേക്ക് എത്താൻ സമയം എടുക്കുന്നേ. കാരണം എന്തുകൊണ്ടാണ്? വി ഡി സതീശനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് വിജിലൻസ് അന്വേഷണം ഈ പ്രശ്നം ഇല്ല എന്ന് പറയുകയും ഫെമ വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആദ്യം പോവുക മണപ്പാട്ടി ഫിനാൻസിലേക്കാണ്. മണപ്പാട്ടി ഫിനാൻസിലേക്ക് വരുന്ന മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്കാണ് ആദ്യം വരിക. അപ്പം കേന്ദ്രത്തിലെ ഈ ബർമിംഗ്ഹാമിൽ പോയിട്ട് പണം പിരിച്ചതും അവിടെ സംവിധാനം നടത്തിയതും അവിടുന്ന് കളക്ട് ചെയ്തതും അവിടുത്തെ ഏജൻസിയാണ്. അവിടുത്തെ ഏജൻസിക്ക് അവിടെ പണം പിരിക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഇന്ത്യയിൽ നിയമമില്ലല്ലോ. അവിടെ ഏജൻസി അവിടെയാണ് തീരുമാനിക്കുക അവർക്ക് ആരെ വെക്കണം ആരെ വെക്കണ്ട എന്നുള്ളത്. ഇന്ത്യയിൽ സംബന്ധിച്ച ഫെമ വയലേഷൻ ആക്ട് പ്രകാരം FCRA അക്കൗണ്ടിലേക്ക് പണം കൃത്യമായി വരുന്നുണ്ടോ, ആ പണം കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഇവിടെ നോക്കാൻ കഴിയുള്ളൂ. അത് CBIനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്രക്സ് എന്ന് പറയുന്നത്. രണ്ടായിട്ട് ഇതിനെ കാണണം എന്നുള്ളതാണ്. എന്താണ് ഫെമ വയലേഷൻ, ഒന്ന് പറയുന്നത് വിജിലൻസ് കേസ്. വിജിലൻസ് കേസിൽ വി ഡി സതീശൻ ക്ലീൻ ചിറ്റാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതും ഒരു ഇവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വി ഡി സതീശന് ക്ലീൻ ചീറ്റ് വിജിലൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അടുത്തതാണ് ഫെമ വയലേഷൻ. ഫെമ വയലേഷൻ അത് സെപ്പറേറ്റ് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ട സംവിധാനമാണ്. അത് വിജിലൻസ് നോർമലി ചെയ്യുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല. ഇത് അന്വേഷിക്കേണ്ടത് CBIയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളോ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ആ റിപ്പോർട്ട് അന്ന് തന്നെ പുറത്തു വിട്ടാൽ മതി. ഇത്രയും നാൾ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നാൾ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പരാതി ഇപ്പോൾ സർക്കാർ കേൾക്കേണ്ടി വരിക എന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നത് സർക്കാർ ഇത് ഒരു ശുപാർശയായിട്ട് മുന്നോട്ട് കൊടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം എന്താണ്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം നടത്താൻ കഴിയും. EDക്ക് അന്വേഷണം നടത്താൻ കഴിയും. ഇൻകം ടാക്സ് അത് ഒരു സെലക്റ്റീവ് ലീക്കേജ് ആയാൽ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ അതായിരിക്കാം. കാരണം എന്താണ്, മുഖ്യമന്ത്രി 2006 ലാവ്ലിൻ കേസിൽ CBIക്ക് അന്വേഷണ റിപ്പോർട്ട് മന്ത്രിസഭ കൂടി CBIക്ക് വിടുന്ന പോലെ ആവശ്യമില്ല ഇത്. അതിനുശേഷം അതുപോലെ തന്നെയാണ് സോളാർ കേസ് CBIക്ക് ഈ പറയുന്ന അതിജീവിതയുടെ പരാതി മേടിച്ചിട്ട് അത് നമ്മുടെ CBIക്ക് വിടുന്നത് പോലെ അല്ല ഇത്. ഇതെന്ന് പറയുന്ന സാധനം ഇതെന്താണ്, ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങളുടെ വിവരത്തിൽ ഞങ്ങൾ അന്വേഷണം നടത്തിനകത്ത് ഇത് ഞങ്ങൾ അന്വേഷിക്കേണ്ട കേസല്ല എന്ന് പറഞ്ഞാൽ അത് സെലക്റ്റീവ് ലീക്കേജ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം ആ ഏജൻസികൾക്ക് ഇനി അന്വേഷിക്കാം. ഇനി വേണമെങ്കിൽ വി ഡി സതീശന് EDക്ക് നോട്ടീസ് കൊടുക്കാം, CBIക്ക് നോട്ടീസ് കൊടുക്കാം, ഒക്കെ പറ്റും. കാരണം സെലക്റ്റീവ് ലീക്കേജ് ഓൾറെഡി ഉണ്ട് കേട്ടോ. ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയില്ലേ. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, EDക്ക് ഈ റിപ്പോർട്ട് വെച്ച് അന്വേഷിച്ചാൽ മതി. അത് BJPക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് ചിലപ്പോൾ കേരളം വിചാരിക്കുന്നുണ്ടാവാം. കാരണം ഇതിനകത്ത് കേരളത്തിനൊന്നും ചെയ്യാനില്ല കേട്ടോ. കേരള സർക്കാർ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അത് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാൻ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേ സർക്കാർ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു സെലക്റ്റീവ് ലീക്കേജ് നടത്തിയതിൻ്റെ അർത്ഥം എന്താണ്, എക്സ്ട്രീം ലെവലിൽ ഇത് ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ എക്സ്ട്രീം ലെവലിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് തൊട്ടുപുറകെ ഇങ്ങനെ ഒരു സാധനം ഒരു വി ഡി സതീശ് ക്ലീൻ ചീറ്റായിട്ട് ഒരു റിപ്പോർട്ടും കൂടെ പുറത്തു വരും എന്നുള്ള ധാരണയും കൂടെ ഈ പറയുന്ന സർക്കാർ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് സെലക്റ്റീവ് ലീക്കേജ് നടത്തി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും 3-4 യൂണിറ്റ് ഒരു ഹോട്ടലിന് മുമ്പിൽ തമ്പടിച്ച് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ ഒരു ഹോട്ടലിൽ നിർത്തുന്ന സമയത്ത് ഇത് ലീക്ക് ചെയ്യാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയാണ്, വി ഡി സതീശനെതിരെ ശത്രുതയുള്ള നേതാവിന് പോലും വി ഡി സതീശനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി എന്നുള്ളത്. അതുകൊണ്ട് ന്യായീകരിക്കേണ്ട അവസ്ഥയാണ്.
ക്ലാരിറ്റിയോട് കൂടി എല്ലാവരും പറയുന്നത് എന്താണ്, ഇതെന്താണ്, ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അതുപോലെ തന്നെ പടക്കം കാട്ടി പേടിപ്പിക്കേണ്ടതുള്ളൂ. ഞാൻ പറയുന്നത് 3-4 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നടത്തിയിട്ടുള്ളതെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത്, ഒരു സ്ട്രാറ്റജിയും ഇല്ലാത്ത നടപടികളാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇലക്ഷനെ മുന്നിൽ കണ്ടിട്ടല്ല അവർ നടത്തുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പം കേന്ദ്രത്തിൽ പിന്നെ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ സമരം കേരളം കാണേണ്ടതല്ലായിരുന്നോ? കണ്ടില്ല. അതിന് ഡേറ്റ് നീട്ടി വെച്ചിരിക്കുകയാണ്. എത്ര ദിവസം അപ്പുറത്തേക്കാണ് ഡേറ്റ് നീട്ടി വെക്കുന്നത്? ഇതുപോലെ കേരളത്തിലെ നേതാക്കന്മാരെ മുഴുവൻ നിരത്തി നിർത്താൻ പറ്റുന്ന പരിപാടികൾ പറയുന്നത് CPM നടത്തേണ്ടതല്ലേ, ഇടതുപക്ഷം നടത്തേണ്ടതല്ലേ, ഈ ഇലക്ഷൻ്റെ അവലോകന യോഗങ്ങൾ നടക്കേണ്ടതല്ലേ? അവിടെയൊക്കെയല്ല ഈ നേതാക്കന്മാർക്ക് ഇതിന് ചർച്ച ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യും. അത് വെച്ചിട്ട് വേണ്ട ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പിന്നെ ഈ 2 ദിവസത്തെ പ്രോഗ്രാമിനെ ചെയ്യേണ്ടത് അങ്ങനെയല്ലേ? പക്ഷേ അങ്ങനെയാണോ ചെയ്യുന്നത്? ആ സ്ഥലത്ത് എന്താണ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇന്ന് നോക്കുമായിരുന്നു, ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും വാർത്ത ഇതിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കാനുണ്ടോ നോക്കുമ്പോൾ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നോക്കുമ്പോൾ പിന്നെ ആരാ അവിടെ? VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുരേന്ദ്രൻ, പിന്നെ സണ്ണി ജോസഫ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ബാക്ക് ടു ബാക്ക് ബൈറ്റുകൾ. അപ്പം നേരത്തെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലൊരു അവസരം VD സതീശന് കിട്ടാനില്ല. കാരണം ഇലക്ഷന് 100 ദിവസം മുൻപ് ഇത്രയും വലിയൊരു അവസരം കിട്ടി എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, ഈ FCRA അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ്. ആ അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. അരുൺ സാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 18 കോടി 19 കോടി സംതിങ് രൂപ കേരളത്തിൽ കിട്ടി എന്ന് പറയുമ്പോൾ VD സതീശൻ ഒരു പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പോയി പറഞ്ഞിട്ട് 500 പൗണ്ട് കുറച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ആ പണം ഇവിടെ കാര്യമായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം VD സതീശൻ്റെ തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. അതും കൂടെ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ അത് പൂർത്തിയാകുള്ളൂ. മറ്റേത് ഞാൻ CBIക്ക് വിട്ടോട്ടെ, ഞാൻ അന്വേഷണം നേരിട്ടോളാം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഇത് എവിടേക്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചതെന്നും കൂടെ പറഞ്ഞാൽ അത് അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ അന്വേഷണം നടത്തണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള സർക്കാരല്ല, അത് കേന്ദ്ര സർക്കാരോ അന്വേഷണ ഏജൻസികളോ ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.